തൊപ്പി കൊച്ചിയിൽ പുതുതായി ഒരു വീട് വാങ്ങാൻ തീരുമാനിക്കുന്നു. ശേഷം ആ വീടിനടുത്തുള്ള നാട്ടുകാരോടുമായി ആ വീടിനെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ നാട്ടുകാർ പറയും, ആ വീടിന്റെ പരിസരത്ത് രാത്രിയിൽ ആരൊക്കെയോ വന്ന് അവിടെയുള്ള ചുമരിലൊക്കെ ചില ചിത്രങ്ങൾ വരച്ചിടാറുണ്ടെന്നൊക്കെ. പക്ഷെ അതൊന്നും വകവെക്കാതെ തൊപ്പി ആ വീട് വാങ്ങാൻ തയ്യാറാവുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ വീട് വാങ്ങിയില്ല. ഇത് കോൺട്രാക്ട്, ഇത് ലീസ് അഗ്രിമെന്റ് ഇല്ലാന്ന് പോകുന്നത് മനസ്സിലാവും. ഞാൻ ഈ വീട് വാങ്ങിയില്ല. ഞാൻ ഒരിക്കലും കൊച്ചി പ്രോപ്പർട്ടി വാങ്ങില്ല. ഞാൻ വാങ്ങിയതെല്ലാം കണ്ണൂർ, എന്റെ സ്വന്തം നാട്ടിലെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ അഥവാ രണ്ടാമത്തെ ചാൻസ് ഉള്ള സ്ഥലം നമ്മൾ കോഴിക്കോടാണ്. കോഴിക്കോട് ഞാൻ വീട് എന്തായാലും വീട് മാറ്റം നമ്മൾ അങ്ങോട്ടേക്ക് ഇവിടുത്തെ കോൺട്രാക്ട് എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ഈ വർഷം കഴിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ കോഴിക്കോടാണ് ഞാൻ വീട് വാങ്ങാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീട് ഞാൻ വാങ്ങിയതല്ല. ഓക്കെ, അങ്ങനെ തൊപ്പി ആ വീട് വാങ്ങി തൊപ്പിയുടെ ഗ്യാങ്ങിനെയും കൂട്ടി ആ വീട്ടിലേക്ക് താമസം തുടങ്ങുന്നു. അവിടെ നിന്ന് തൊപ്പി സാധാരണ പോലെ ലൈവൊക്കെ ചെയ്ത് അടിപൊളിയായി താമസിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ തൊപ്പിയും അവന്റെ ഗ്യാങ്ങുമായി പുറത്തു പോകുമ്പോഴാണ് വഴിയരികിൽ ഒരു ചെറുപ്പക്കാരൻ സിപ്പപ്പ് കുടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. പിന്നീട് പല തവണയാണ് പല സ്ഥലങ്ങളിൽ ആ ചെറുപ്പക്കാരനെ തൊപ്പി കാണാനിടയാവുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൊപ്പി ലൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ വീട്ടിലെ കാളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ തന്റെ ഇന്റർനെറ്റ് തീർന്നുവെന്നും ലൈവ് കാണാൻ ഇവിടെ വന്നതാണെന്നും പറയുന്നു. അന്ന് അവർ തമ്മിൽ പരിചയപ്പെടുകയും അവന്റെ പേര് കുര്യാക്കോസ് ആണെന്നും പറയുന്നു. ശേഷം അവൻ വീട്ടിലേക്ക് വരുന്നത് പതിവാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൊപ്പിയുടെ ലൈവിനിടയിൽ കുര്യാക്കോസ് ഒരു കാര്യം പറയുന്നു. ഇവിടെ മുൻപ് ഈ വീട്ടിൽ വെച്ച് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന്. തൊപ്പി ആദ്യം അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അത് തമാശയായി എടുത്ത് ഇനി കുര്യാക്കോസ് ആണോ ആ ആത്മഹത്യ ചെയ്തതെന്നും ഇപ്പോൾ ഇവിടെ പ്രേതമായി വന്നതാണോ എന്നൊക്കെ പറയുന്നു. ശരിക്കും ആരാണ് ഈ കുര്യാക്കോസ്? മുൻപ് ഇതേ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിച്ചു നടന്ന ഒരാളായിരുന്നു കുര്യാക്കോസ്. പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും അതിൽ സക്സസ് ആവാൻ അവന് പറ്റിയില്ല. നാട്ടുകാരും കൂടെയുള്ളവരും ഒക്കെ അവനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആ അവഗണന സഹിക്കാൻ വയ്യാതെ അവൻ അവന്റെ ജീവിതം ഒടുക്കുന്നു. പിന്നീട് അവനൊരു പ്രേതമായി വന്ന് ആ വീടിന് ചുറ്റി പറ്റി നടക്കുകയായിരുന്നു കുര്യാക്കോസ്. അവിടേക്കാണ് തൊപ്പിയുടെ വരവ്. പിന്നീട് തനിക്ക് നേടാൻ പറ്റാത്തത് തൊപ്പി നേടുന്നത് കണ്ട് അതിൽ സന്തോഷം കണ്ടെത്തി അവരിൽ ഒരാളായി.